ഇ ലേണിംഗ് ആപ്പ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് അവൈലബിൾ ആണ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ മോഡൽ എക്സാം വരുമ്പോൾ പ്രിപ്പറേറ്ററി, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. കൂടാതെ അവരുടെ സ്കോളർഷിപ്പ് സ്കീം വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഒരു ചിലവും എനിക്ക് വന്നിട്ടില്ല. ഫീസിന് 100% സ്കോളർഷിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ സാറ് പറയും വേരിയേഷൻസ് വരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാറ് പറഞ്ഞു തരുമായിരുന്നു. കാരണം അവർക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള കാരണം അവർക്കെല്ലാം അറിയാം എങ്ങനെയാണ് കുട്ടികൾ എക്സാംസ് അപ്പ് ആൻഡ് ഡൗൺസ് വരും എന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് ഇപ്പോൾ ഞാൻ ഇവിടെ പറയാതിരുന്നത് ബ്രില്യൻറ്റിനുള്ള നന്ദികേടാവും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം. ഇങ്ങനെ ഒരു ടഫ് എക്സാം ആയിരുന്നപ്പോൾ എന്തായാലും ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ. പക്ഷേ ബ്രില്യൻ്റ് ഇത്രയും മോഡൽ എക്സാം ഒക്കെ എഴുതി ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പിള്ളേരും ഒരുപോലെ ഒരേ റിസൾട്ടിൽ നല്ല ഹൈ ഇതിൽ വന്നത് വളരെ സന്തോഷമാണ്. ഞാനും ഇതുപോലെ തന്നെ വീക്കിലിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. വീക്കിലി ഓരോ ആഴ്ചയും മൺഡേയാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ച് അവർക്ക് ഡോക്ടറാവാൻ കഴിയുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചത് ബ്രില്യൻ്റ് തന്നെയാണ്. ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുത്തൂർ എന്ന സ്ഥലത്താണുള്ളത്. ഇന്ന് നമ്മളോട് കൂടെ ഒരു സന്തോഷമല്ല, ഒരു കുടുംബത്തിലെ 3 ഇരട്ടി സന്തോഷങ്ങളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഒരേ ഫാമിലിയിലെ 3 ചുണക്കുട്ടികളാണ് 2025 നീറ്റ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി ബ്രില്യന്റിന്റെ അഭിമാന താരങ്ങളായി മാറിയിരിക്കുന്നത്. നമുക്ക് അവരെയും അവരുടെ ഫാമിലിയെയും പരിചയപ്പെടാം. സോ ഫസ്റ്റ് മോളുടെ പേരെന്താ? ഷാന സൈനിബ. ഷാന. ഓക്കെ. മോളുടെ പേര്? ഫാത്തിമാനിത. ഫാത്തിമാനിത. റിദ്വ തൻഹ. റിദ്വ തൻഹ. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ അതോ കസിൻസ് ആണോ? കസിൻസ് ആണല്ലേ. സോ നിങ്ങളുടെ പേരൻസ് ആണല്ലേ. സോ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ഉമർ ഫാറൂഖ്, റിദ്വ തൻഹയുടെ ഫാദറാണ്. ഓക്കെ. ഇപ്പോൾ തിരൂര് ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ മുഹമ്മദ് നൗഷാദ്, അഡ്വക്കേറ്റാണ്. ഫാത്തിമാനിതയുടെ ഫാദറാണ്. ഓക്കെ, ഞാൻ അബ്ദുൽ സലീം, ഷാന സൈനബിൻ്റെ ഫാദറാണ്. പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു. ടെൽ us about yourself. എവിടെയാണ് പഠിച്ചത്? സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു? എങ്ങനെയാണ് ബ്രില്യന്റിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ സ്കൂളിംഗ് +2 PTMHS താഴെക്കൂടായിരുന്നു.
പിന്നീട് ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അങ്ങനെയാണ് പിന്നെ അതുവഴിയാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് വന്നത്. പിന്നെ സിസ്റ്റേഴ്സ് ബ്രില്യൻറ്റിനെ പഠിച്ചവരായിട്ടുണ്ട്. അങ്ങനെയാണ് ബ്രില്യൻറ്റിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പഠിച്ചത് തൃശ്ശൂരാണ്, വിവേകോദയം പറഞ്ഞിട്ട് സ്കൂളിലാണ്. പിന്നെ അവിടെ പഠിച്ചു. അത് അവിടെ കോഴ്സ് കഴിഞ്ഞു. പിന്നെ ക്രാഷ് കോഴ്സ് ചെയ്തിരുന്നു എറണാകുളത്ത്. പിന്നെ കസിൻസും ഫാമിലിയിൽ അധികം പേരും ബ്രില്യൻ്റ് തന്നെ ഓപ്റ്റ് ചെയ്തവരാണ്. അപ്പോൾ പിന്നെ ബ്രില്യൻറ്റിൽ തന്നെ പോയി. മോളെവിടെയാണ് പഠിച്ചത്? ഞാൻ 10th വരെ തിരൂർ ബെഞ്ച് മാർക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ ആയിരുന്നു പഠിച്ചത്. പിന്നെ +1 +2 താമരശ്ശേരി അൽഫോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെ ഇപ്പോൾ ബ്രില്യൻറ്റിൽ പാലയിൽ റിപ്പീറ്റ് ചെയ്യായിരുന്നു. ഞാനിതുപോലെ ഫാമിലി വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ. സോ നിങ്ങൾ ബ്രില്യൻറ്റിൽ ഏത് പ്രോഗ്രാമിലാണ് പഠിച്ചത്? ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ? ഏത് കോഴ്സായിരുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഓൺലൈനായിട്ടായിരുന്നു. ഈ വർഷം ഓൺലൈനായിട്ടായിരുന്നു. ജൂൺ മുതൽ ഡിസംബർ വരെ വീട്ടിൽ തന്നെയായിരുന്നു. ജനുവരി മുതൽ എക്സാംസ് ഒക്കെ തുടങ്ങിയപ്പോൾ കോട്ടക്കൽ ഹോസ്റ്റലിൽ പോയിരുന്നു. അങ്ങനെ 4 മാസം അവിടെ ആയിരുന്നു. പിന്നെ നീറ്റ് എക്സാം തലേ ദിവസമാണ് വന്നത്. മോള് ഞാൻ ഓഫ്ലൈനായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഞങ്ങൾക്ക് ജൂൺ 20 ക്ലാസ് തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് എക്സാം വരെ തന്നെ അവിടെ തന്നെ ആയിരുന്നു. ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. പാലായിലായിരുന്നു? പാലായിരുന്നു. ഞാൻ ഫസ്റ്റ് ബാച്ചിനായിരുന്നു. പാലയിലത്തെ ഫസ്റ്റ് ഫേസ് ജൂൺ 10th തുടങ്ങിയ ബാച്ചായിരുന്നു. ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാം അല്ലായിരുന്നു. ഓക്കെ. സോ ഈ ഒരു നിമിഷത്തിൽ ഇപ്പം നീറ്റൊക്കെ ക്വാളിഫൈ ആയിട്ട് സ്വപ്നത്തിലേക്ക് എത്താറായി നിൽക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? നിങ്ങളുടെ എന്താ സന്തോഷം നമ്മളോടൊന്ന് പറയാനായിട്ടുള്ളത്? എന്താ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? സന്തോഷമുണ്ട്. കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു ആദ്യം. എക്സാം കഴിഞ്ഞ് വന്നിട്ട് റിസൾട്ട് വന്നപ്പോഴാണ് ഒന്ന് കൂളായത്. സന്തോഷമുണ്ട്. ബ്രില്യൻ്റ് കാരണം കിട്ടിയതിൽ സന്തോഷമുണ്ട്. എനിക്കും അതുതന്നെ സന്തോഷമുണ്ട്. പിന്നെ പ്രതീക്ഷയല്ല, പക്ഷേ ഭാഗ്യത്തിനൊക്കെ പറയാം കിട്ടി. നല്ലതായിരുന്നു, സന്തോഷമുണ്ട്. പിന്നെ ബ്രില്യൻറ്റിനോട് ഏറ്റവും വലിയ താങ്ക് യു പറയാനുള്ളത്. ബ്രില്യൻറ്റ് വന്നുകൊണ്ടാണ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നിങ്ങൾ പഠിച്ചതും കൂടെയാണ്. അതാണ്. എന്നാലും നമുക്കൊരു സപ്പോർട്ട് ഉണ്ട്, അത് ബ്രില്യൻറ്റ് തന്നെയാണ്. ഇങ്ങനെ ഒരു ടഫ് എക്സാം ആയിരുന്നപ്പോൾ എന്തായാലും ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ. പക്ഷേ ബ്രില്യൻ്റ് ഇത്രയും മോഡൽ എക്സാം ഒക്കെ എഴുതി ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോ നിങ്ങളിപ്പം ഒരേ ഫാമിലിയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പം നിങ്ങൾ പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒരുമിച്ചിരുന്ന കമ്പൈൻ സ്റ്റഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരാൾക്ക് അറിയാത്ത ചാപ്റ്റർ അടുത്ത ആൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും മൂന്നിടത്തായിരിക്കും. അപ്പം നിങ്ങൾ റെഗുലർലി കാണാനൊന്നും പറ്റത്തില്ല. എന്നാലും നിങ്ങൾക്ക് ഫോൺ വഴി കോൺടാക്ട് അല്ലെങ്കിൽ എപ്പോഴേലും വീട്ടിലൊക്കെ ഗ്യാദർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓണം ഹോളിഡേയ്സും ക്രിസ്മസ് വെക്കേഷനൊക്കെ കാണുമ്പോഴും ഞങ്ങളുടെ കഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിച്ചത്. പിന്നെ ഫോൺ ചെയ്യുമ്പോഴും കോൾ ടൈം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് തന്നെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പം 3 ആൾക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രിലിയറി വന്ന സമയമുണ്ടല്ലോ, അപ്പോഴുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എന്തിനാണോ വന്നത് അത് പൂർത്തീകരിച്ച് ഇപ്പോൾ ഇറങ്ങുവാണ്. അപ്പം ആ ഒരു ടൈം ട്രാൻസിഷൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു ഓൾ എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്ത് ഇവിടെ വരെ എത്തിയത്? ആദ്യം വരുമ്പോൾ കൺഫ്യൂഷനായിരുന്നു, എങ്ങനെ തുടങ്ങണം അതൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ക്ലാസ് ടീച്ചറും ക്ലാസ്സും പ്രൊഫസേഴ്സൊക്കെ പറയുന്നതിനനുസരിച്ച് അങ്ങനെ പോയി. പിന്നെ ഡിസംബർ കഴിഞ്ഞ് ജനുവരി മുതൽ എക്സാംസ് ആണല്ലോ. ആ എക്സാംസ് കാരണം തന്നെയാണ് നീറ്റിൽ ഇങ്ങനെ മാർക്കൊക്കെ നേടാൻ പറ്റിയതെന്ന്. മോഡൽ എക്സാംസ് പിന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ മോഡൽ എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 അങ്ങനെ 2 ഗ്രൂപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാംസ് കുറച്ച് സിമ്പിളായിരുന്നു. പിന്നെ ഒരു ടൈം ആയപ്പോൾ പിന്നെ ഭയങ്കര ടഫായി. പിന്നെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. മോഡറേറ്റ് ഉണ്ടായിരുന്നു, ഈസി ഉണ്ടായിരുന്നു, എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ പോവുമല്ലേ, നമ്മൾ എക്സാം എഴുതുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കാണുന്നു, എല്ലാത്തിനോടും ഫെമിലിയർ ആവണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവസാനത്തെ എക്സാം ആകുമ്പോഴത്തേന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലതായിരുന്നു. ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ ടഫ് എക്സാം ഉണ്ടായിരുന്നു, എളുപ്പമായിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനത്തെ ഒരു എക്സാം നീറ്റ് വന്നാലും അവർ നമ്മൾ പ്രിപ്പയർഡ് ആക്കി വെച്ചതുകൊണ്ടായിരുന്നു ഈ 2025 പോലത്തെ ഒരു എക്സാം നമുക്ക് നേരിടാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. മോഡൽ എക്സാം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വർഷത്തല്ലാണ്ട് മുന്നത്തെ അവർ മോഡൽ എക്സാം നടന്ന എല്ലാ പേപ്പറും നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റ് അങ്ങനെ ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇ ലേണിംഗ് ആപ്പിലും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ എക്സ്പോഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ എങ്ങനെയായിരുന്നു അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഡെയിലി ബേസിലായിട്ടാണോ അതോ നമ്മളിപ്പം ഇപ്പം ചില കുട്ടികൾ ഡെയിലി ടാർഗറ്റ് ടോപ്പിക്സ് വെക്കും, ചിലരാണെങ്കിൽ വീക്ക്ലി ടാർഗറ്റ്സ് ആയിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു ഇത് കവർ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ അതിൻ്റെ കൂടെ എക്സാംസും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ച് തീർക്കേണ്ട ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഒരു ഷെഡ്യൂൾ വെച്ച് ഇത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്?
ഞാൻ വീക്കിലി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യും, അത് പഠിക്കും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും, അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ ജനുവരി മുതൽ മോഡൽ എക്സാം തുടങ്ങിയ മുതൽ കംപ്ലീറ്റ്ലി റിവിഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ ബ്രില്യൻറ്റ് തരുന്ന എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുമായിരുന്നു, ഒന്നും മിസ്സാക്കാണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ എക്സാംസ് വഴി ഒന്നും കൂടി നമുക്ക് പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്. ഞാനും ഇതുപോലെ തന്നെ വീക്കിലിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. വീക്കിലി ഓരോ ആഴ്ചയും മൺഡേയാണ് എക്സാം ഉണ്ടാവുക, അപ്പോൾ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സ് വളരെ കുറവല്ലേ, അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഫുൾ ടോപ്പിക് നമ്മൾ ഡിസംബറോടുകൂടി കവറാവും, വീക്കിലി ഫുൾ കവറായി എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ മോഡൽ എക്സാം കിടക്കുമ്പോൾ ഫുൾ അവർ തന്ന ആ ഒരു ടൈം ടേബിളും ആ ഒരു ഷെഡ്യൂളായിട്ട് തന്നെ പോയിരുന്നത്. ഒന്നും പെൻഡിങ് ഇല്ലാണ്ട് ഇതുപോലെ വീക്കിലേക്ക് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ദിവസം എടുത്ത് അന്ന് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും പെൻഡിങ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓണം വെക്കേഷനിലോ ക്രിസ്മസ് വെക്കേഷനിലൊക്കെ അങ്ങനെ കുറച്ച് ദിവസം വീട്ടിൽ വരാതിരുന്നിട്ടൊക്കെ ആ പെൻഡിങ് അപ്പം തന്നെ തീർത്ത് മോഡൽ എക്സാം ആയപ്പോഴത്തേക്കും ഒരു പെൻഡിങ്ങും ഇല്ലാണ്ടാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ റിവിഷനൊക്കെ ഇതുപോലെ സമയം കിട്ടി, സെക്കൻഡ് തേർഡ് റിവിഷനൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ നിങ്ങളിപ്പം മോളിപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ അതോ റിപ്പീറ്റ് ചെയ്യായിരുന്നു? ഞാൻ റിപ്പീറ്റ് ആയിരുന്നു, റിപ്പീറ്റ് പാലയിൽ തന്നെ ആയിരുന്നു. റിപ്പീറ്റാണ് ഓൺലൈനായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സ്കോർ എങ്ങനെയായിരുന്നു മോളുടെ? കഴിഞ്ഞ വർഷത്തെ സ്കോർ ഈ വർഷത്തെ സ്കോർ? കഴിഞ്ഞ വർഷം 618 ആയിരുന്നു, കട്ട് ഓഫിന് കുറച്ചും കൂടി ബാക്കിലായിരുന്നു. ഈ വർഷം 566 ആണ് മാർക്ക് വരുന്നത്. ഓക്കെ. ഞാനും റിപ്പീറ്ററാണ്. കഴിഞ്ഞ വർഷം ബ്രില്യൻറ്റിൽ തന്നെ ആയിരുന്നു, ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം സ്കോർ 563 ആയിരുന്നു. പിന്നെ ഈ വർഷം വരുമ്പോൾ 532 ആണ് സ്കോർ. ഞാൻ റിപ്പീറ്ററാണ്. അപ്പം ആദ്യ പ്രാവശ്യം ബ്രില്യൻ്റ് എക്സാം എഴുതിയപ്പോഴത്തേക്കും എനിക്ക് 574 ആയിരുന്നു കിട്ടുന്നത്. ഇപ്രാവശ്യം ഇപ്പം 541. പിന്നെ ഹാർഡ് എക്സാം ആയതുകൊണ്ട് അത് നല്ല കഴിഞ്ഞ വർഷം കട്ട് ഓഫിൻ്റെ ബാക്കിലായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ലൊരു സ്കോറായി. ഓക്കെ. സോ നിങ്ങളിപ്പോൾ നമ്മളല്ലാണ്ട് ഇപ്പം ബ്രില്യൻ്റിൽ നമ്മുടെ ക്ലാസ്സിന് ഞങ്ങളുടെ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസിന് പുറമെ നമുക്കിപ്പോൾ ഈ ലേൺ ആപ്പിലാണെങ്കിലും ക്ലാസ്സസ് ആപ്പിലാണെങ്കിലും നിങ്ങൾക്ക് അല്ലാണ്ടും മോഡൽ എക്സാംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫെസിലിറ്റി, ഇപ്പോൾ ലൈബ്രറി ഫെസിലിറ്റി അതൊക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അക്കാഡമിക്സിൽ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്? സോ ഇപ്പം ഈ ലേൺ ആപ്പിൻ്റെ ഒക്കെ ഉപയോഗം നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളെ ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ നിങ്ങൾ എത്രമാത്രം ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്? എനിക്ക് ഓൺലൈനായിട്ട് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചില സാർമാരുടെ ക്ലാസ് നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നാത്ത ക്ലാസ് ഈ ലേണിൽ പഴയ ക്ലാസ് ആണെങ്കിലും അതായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ ലേൺ ക്ലാസ് കാണാനായിട്ട് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എക്സാംസ് എഴുതാനാണെങ്കിലും പ്രിപ്പറേറ്ററി എക്സാം എല്ലാ മോഡൽ എക്സാമിന് തലേ ദിവസം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അത് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും വീഡിയോ സെഷൻ വേണ്ടിയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ടഫ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് ചെയ്യുമായിരുന്നു. ഞാനും ഇതുപോലെ തന്നെ ഞാൻ കൂടുതൽ ക്ലാസ്സിനൊക്കെ ഞങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡൗട്ടുള്ള ആ ഒരു പോർഷൻ മാത്രമേ ഇ ലേണിംഗ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഇ ലേണിംഗ് എക്സാം എഴുതിയിട്ടുള്ളത്. എക്സാം എന്ന് പറയുമ്പോൾ പ്രിപ്പറേറ്ററിയും പിന്നെ ഗ്രൂപ്പ് 1-ൻ്റെയും ഗ്രൂപ്പ് 2-ൻ്റെയും എല്ലാത്തിൻ്റെ എക്സാംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഇ ലേണിംഗ്. അങ്ങനത്തെ ഇ ലേണിംഗ് ആപ്പ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ മോഡൽ എക്സാം വരുമ്പോൾ പ്രിപ്പറേറ്ററി, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പിന്നെ കഴിഞ്ഞ വർഷത്തെ അങ്ങനത്തെ ഡിസ്കഷൻസ് എല്ലാം ബ്രില്യൻ്റ് നൽകാൻ പറ്റില്ല എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്ര ക്വസ്റ്റ്യൻ ചെയ്താലും നമുക്ക് ഇനിയും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ലൈബ്രറി ഫെസിലിറ്റി ആണെങ്കിലും വീക്ക്ലി എക്സാംസ് ഒക്കെ കൂടിയ ഒരു ബുക്ക്, അങ്ങനെ കഴിഞ്ഞ വർഷം മോഡൽ എക്സാം പിന്നെ ഈ വർഷം അത് അങ്ങനെയൊക്കെ ആയിട്ട് ബുക്ക് ആയിട്ട് അവർ അവൈലബിൾ ആക്കി തരുമായിരുന്നു. അപ്പം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് എവിടെയും പിന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഒക്കെ നമ്മുടെ ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈഡ്സും. ഓക്കെ. അപ്പം നിങ്ങളിപ്പം ഇത് കൂടാണ്ട് തന്നെയാണെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്കൊരു സപ്പോർട്ടും കൂടെ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്വപ്നത്തിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഫാമിലിയിൽ നല്ല സപ്പോർട്ടായിരുന്നു, ഉപ്പയും ഉമ്മയും സിസ്റ്റേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ T24 ആയിരുന്നു ഒരു ബാച്ച്, നിമ മിസ്സായിരുന്നു ക്ലാസ് ടീച്ചർ. മിസ്സ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എപ്പോഴും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു മിസ്സിൻ്റെ അടുത്ത്. അങ്ങനെ മിസ്സും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അജയ് സാർ കോർഡിനേറ്റർ, എല്ലാ മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സാറ് പെർഫെക്റ്റ് ടൈം പ്ലാൻ പറഞ്ഞുതരായിരുന്നു, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്.
ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ സപ്പോർട്ട് അവർ തന്നെയായിരുന്നു. പിന്നെ ഞാൻ Q35 ആയിരുന്നു ബാച്ച്, അഞ്ജലി മിസ് ആയിരുന്നു. എൻ്റെ ഹോസ്റ്റൽ വാർഡനും എല്ലാം മിസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും മിസ്സിൻ്റെ സപ്പോർട്ട് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ ദീപ മിസ്സും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും തന്നെയാണ് പിന്നെ സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയാനുള്ളത്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും. എനിക്കും ഫാമിലിയുടെ സപ്പോർട്ടാണ് മെയിനായിട്ട് പറയാനുള്ളത്. അവർ ഒരു മെന്റലി സ്ട്രെസ് ഒന്നും തരാണ്ട് അങ്ങനെ വെച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ കൂളായിട്ട് എല്ലാ എക്സാമിനും മാർക്കും അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും ഒരു സ്ട്രെസ്സും തന്നിട്ടില്ല. ഫാമിലിയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് പറയേണ്ടതാണ്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ, ഞാൻ D ബ്ലോക്കിൽ S3 ബാച്ചിലായിരുന്നു. അപ്പം അരുൺ സാർ ആയിരുന്നു ഞങ്ങളുടെ അരുൺ PM സാർ ആയിരുന്നു ക്ലാസ് ടീച്ചർ. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. മൂപ്പർ ഇങ്ങനെ 1-on-1 സെഷൻസ് ഒക്കെ ഞങ്ങളായിട്ട് സംസാരിച്ച് അങ്ങനെ ഇൻഡിവിജ്വലി എല്ലാ കുട്ടികളെയും മൂപ്പർ ഫോക്കസ് ചെയ്തിട്ട് സാർ ഇങ്ങനെ പറയുമായിരുന്നു. ഓരോ സബ്ജക്ട് വൈസ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കോർഡിനേറ്ററിന് പ്രത്യേകം പറയണം, പ്രദീപ് സാറൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഡയറക്ടേഴ്സും ഇൻഡിവിജ്വലി വന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു തരുമായിരുന്നു. ക്ലാസ് അല്ല, ഇങ്ങനെ ഒരു മോട്ടിവേഷൻ സെഷൻസ്. അതെ, എന്തൊക്കെ ഡിഫോൾട്ടാ ഉള്ളത് അതൊക്കെ മാറിയാൽ ഡയറക്ടേഴ്സ് ഡയറക്ട്ലി വന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര കാര്യമാണല്ലോ. അതൊക്കെ ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഒക്കെ എല്ലാ മോഡൽ എക്സാംസും കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവന്റ് സെന്ററിലാണെങ്കിൽ ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് നിങ്ങളോട് സംസാരിക്കുമല്ലോ. സോ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ? ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോഴും മീറ്റിംഗ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ സാറ് പറയും വേരിയേഷൻസ് വരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാറ് പറഞ്ഞു തരുമായിരുന്നു. കാരണം അവർക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള കാരണം അവർക്കെല്ലാം അറിയാം എങ്ങനെയാണ് കുട്ടികൾ എക്സാംസ് അപ്പ് ആൻഡ് ഡൗൺസ് വരും എന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. ഞങ്ങൾക്ക് എക്സാം തുടങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ലാസ്റ്റ് ആയപ്പോൾ ഫുള്ള് എക്സാമിൻ്റെ മുന്നേ തന്നെ നമുക്ക് ലൈവായിട്ട് മീറ്റിംഗ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടിക്ക് സ്ട്രെസ് ഒന്നും വരാണ്ടിരിക്കാൻ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ജോർജ് സാർ എപ്പോഴും, ഞങ്ങളുടെ കോർഡിനേറ്റർ ജോർജ് സാർ ആയിരുന്നു. അപ്പോൾ ജോർജ് സാർ എപ്പോഴും വരും. പിന്നെ സ്റ്റീഫൻ സാർ ഞങ്ങൾക്ക് ഹോസ്റ്റലിൻ്റെ കോർഡിനേറ്റർ, അപ്പോൾ സ്റ്റീഫൻ സാർ വരും. അങ്ങനെ എല്ലാവരും നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. സോ നിങ്ങളിപ്പം ഹോസ്റ്റലല്ലേ നിന്നത്, അപ്പൊ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു? വാർഡൻസ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ, ഇപ്പോൾ അതിപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു വർഷത്തോളം നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഒരു മൊത്തത്തിൽ ഹോസ്റ്റൽ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ജനുവരി മുതലാണ് കോട്ടക്കൽ ഡാലിയ ഹോസ്റ്റലിൽ പോകുന്നത്. അങ്ങനെ 4 മാസം അവിടെ തന്നെ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. പിന്നെ പഠിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സ്റ്റഡി ഹാളാണെങ്കിലും പിന്നെ നമ്മുടെ വരാന്താസിൽ കുറേ ബെഞ്ച് അങ്ങനെയാണെങ്കിലും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര കോർഡിനേറ്റ് ചെയ്ത് എല്ലാവർക്കും ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാലും, അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് തന്നെ ക്യാമ്പസിൻ്റെ അടുത്താണ് ഹോസ്റ്റൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ പ്രൊഫസേഴ്സിനെ കണ്ട് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹോസ്റ്റൽ തോന്നി. ഞാനും ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോസ്റ്റലാണ്, കൊട്ടാരം ഹോസ്റ്റൽ പറഞ്ഞിട്ട്. അവിടെ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും മിസ്സുമാർ നമുക്ക് ഹെൽപ്പ് ചെയ്യും, പഠിക്കാനാണെങ്കിലും. പിന്നെ റൂംമേറ്റ്സ് ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഡൗട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ടും സംസാരിച്ച്. പിന്നെ ഞങ്ങൾക്ക് ക്യാമ്പസ് ഭയങ്കര അടുത്താണ്, A ബ്ലോക്ക് അടുത്താണ്, നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അവിടെ പോകും, അവരോട് റെഫറൻസ് ഒക്കെ ഇരിക്കും, അങ്ങനെയൊക്കെ. ഇപ്പം ലാസ്റ്റിൽ ജനുവരി മുതൽ എനിക്ക് തോന്നുന്ന ഒരു 2-3 മാസം റെഫറൻസ് നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഇതുപോലെ D ബ്ലോക്കിന്റെ അടുത്തുള്ള മേരിഗോൾഡ് ഹോസ്റ്റൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുപോലെ ഭയങ്കര അടുത്തായതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങൾ. പക്ഷെ എന്നാലും അങ്ങനത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി ബസ്സിനാണെങ്കിലും അവർ 5 മിനിറ്റ് കൊണ്ട് പോകുന്നു വരുന്ന ദൂരേ ഉള്ളൂ. ബ്രില്യന്റിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റൽ വാർഡൻ എൻ്റെ ശ്രുതി മിസ് ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന മിസ്സായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞാൻ കൂടുതലും എവിന്തോ ഹോസ്റ്റൽ അടിപൊളിയാണ്, ഞാൻ റെഫറൻസ് തന്നെ ആയിരുന്നു. ഇതുപോലെ റെഫറൻസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ബ്രില്യന്റിൽ ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് മുതലേ റെഫറൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഷെഡ്യൂൾ ആയിട്ടിരുന്ന് പഠിക്കുമ്പോൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. മേരിഗോൾഡ് ആയാലും ഹോസ്റ്റൽ ആയാലും അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ കുട്ടികൾ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയപ്പോൾ ആസ് എ പേരൻസ് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അല്ലേ ഇപ്പം. സോ അവരുടെ ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഈ ഒരു അച്ചീവ്മെന്റിൽ നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? നിങ്ങളുടെ ഒരു സന്തോഷം എങ്ങനെയാണ്? ഞങ്ങൾ 3 പിള്ളേരും ഒരുപോലെ ഒരേ റിസൾട്ടിൽ നല്ല ഹൈ ഇതിൽ വന്നത് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് അത് ബ്രില്യൻ്റെ സപ്പോർട്ട് ഒരുപാട് അതിനുണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തിലാണ്. നമുക്ക് സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലിയിൽ നിന്ന് ഈ 3 ആളുകളെന്ന് പറയുമ്പോൾ ഇവർ ഫാത്തിമിൻ്റെ പാരൻ്റാണ് ഞാൻ. ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് 3 പേരും. ഷാന സൈബുമായിട്ട് LP UP അവർ ഒന്നിച്ചായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലാണെങ്കിലും അവർ ഒരുമിച്ചാണ്. ഇവർ 3 പേരും ബ്രില്യൻറ്റിനെ സംബന്ധിച്ച് ഒരുമിച്ചാണ്.
അപ്പോൾ ഇവർക്കൊക്കെ ഈ എക്സാം ടഫ് ആകുമ്പോഴും ഈസി ആകുമ്പോഴും ഒക്കെ നമുക്ക് ഈ ടാർഗറ്റ് നമ്മൾ ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതിൽ 3 പേർക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആരെങ്കിലും ഒരാളെ ഇത് മിസ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഈ സന്തോഷം ഇത്ര ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ബ്രെയിനിനെ കുറിച്ച് നമുക്ക് പറയാനില്ല, ഏറ്റവും നല്ല സെൻറ്ററാണ്. പ്രത്യേകിച്ച് ജോർജ് സാറ് ഡയറക്ടർ ഒരു വർഷം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടപ്പോൾ സാറോട് സംസാരിച്ചു, അന്നത്തെ മാർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ അന്നത്തെ ആ വീക്കിലി എക്സാമിൻ്റെ അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാമിൻ്റെ മാർക്ക് സ്കോർ പറഞ്ഞപ്പോൾ സാറ് തിരിച്ചും കൂടി ചോദിച്ചു, കഴിഞ്ഞ നീറ്റിന് ഇതായിരുന്നില്ലേ സ്കോർ എന്ന് ചോദിച്ചു. അത് വളരെ കറക്റ്റായിരുന്നു, ഒരു മാർക്ക് പോലും വ്യത്യാസമില്ലാതെ കഴിഞ്ഞ സ്കോറ് അപ്പോൾ ഒരു ആ മനസ്സിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് ഇപ്പോഴും ഞാൻ ഇവിടെ പറയാതിരുന്നത് ബ്രില്യൻറ്റിനുള്ള നന്ദികേടാവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഡയറക്ടേഴ്സ്, ഫാക്കൽറ്റീസ്, എല്ലായിടത്തും ഇൻഫ്രാസ്ട്രക്ചർ അടക്കം അത്ര നല്ലതായിരുന്നു എന്നതാണ് പറയാനുള്ളത്. ഏതായാലും വളരെ സന്തോഷം. ഈ 3 പേർക്കും ഇത് ക്രാക്ക് ചെയ്തു, ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിയായ സന്തോഷമുണ്ട്. പിന്നെ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഈ സമയത്ത്, അതും കൂടെ വേണമല്ലോ. ഏതായാലും ഇങ്ങനെ ബ്രില്യൻറ്റിന് അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ്, ഈ അവസരത്തെ അതുകൂടി ഉപയോഗപ്പെടുത്തുകയാണ്. ഷാനാസ് നബിൻ്റെ പാരൻ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻറ്റിലെ എൻ്റെ 3ാമത്തെ കുട്ടിയാണ്. മൂത്ത കുട്ടി അവിടെ തന്നെ പഠിച്ചിരുന്നത്, മൂത്ത മോള്. അവളിപ്പോൾ ഡോക്ടറായിട്ടുണ്ട്, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജൂബിലി മിഷനിലാണ് പഠിച്ചിരുന്നത്, തൃശ്ശൂർ. 2ാമത്തെ ആൾ പിന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് മറ്റു മേഖലയിലേക്ക് തിരിഞ്ഞു. ഇനിയിപ്പോൾ PG ചെയ്യാൻ ഇരിക്കുകയാണ്, കെമിസ്ട്രിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3ാമതായിട്ടാണ് ഇവിടെ ചേർന്നത്. അപ്പോൾ ചോദിച്ചിരുന്നു, എന്നോട് പലരും ചോദിക്കുമായിരുന്നു എവിടെയാണ് റിപ്പീറ്റ് ചെയ്യാൻ നല്ലതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറയും, എൻ്റെ മൂത്ത മോളുടെ അഭിപ്രായത്തിനനുസരിച്ച് സീരിയസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ബ്രില്യൻറ്റിൽ തന്നെ പോകണം. അത് കാര്യമായിട്ട് എടുക്കുകയാണെങ്കിൽ, അതല്ല ഒരു വർഷം വെറുതെ നമ്മൾ പിന്നെ കളഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ബ്രില്യൻറ്റിൽ തന്നെ പോകണം എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ തന്നെ വീണ്ടും നമ്മൾ ചേർത്തത്. കൂടാതെ അവരുടെ സ്കോളർഷിപ്പ് സ്കീം വളരെ അട്രാക്റ്റീവായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഒരു ചിലവും എനിക്ക് വന്നിട്ടില്ല. ഫീസിന് 100% സ്കോളർഷിപ്പ് തന്നെയായിരുന്നു. ഹോസ്റ്റലിൻ്റെ മാത്രം ചിലവ് ഇവിടെ വന്നിരുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഈ 3 പേർ ഒരുമിച്ച് നേടിയെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്തോഷം 3 ഇരട്ടിയാക്കുന്നുണ്ട്. അതിലെല്ലാവരും ഒരുമിച്ചായതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ച് അവർക്ക് ഡോക്ടറാവാൻ കഴിയുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചത് ബ്രില്യൻറ്റ് തന്നെയാണ്. ബ്രില്യൻറ്റിന് പ്രത്യേകം നന്ദി ഈ സമയത്ത് രക്ഷിതാവെന്നുള്ളതിലേക്ക് അറിയിക്കുകയാണ്. സോ ഈ വർഷത്തെ എക്സാം നല്ല ടഫായിരുന്നു അല്ലേ? സോ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും കുറച്ച് എളുപ്പമായിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? അതേപോലെ തന്നെ നിങ്ങളെ ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? ബയോളജി ആയിരുന്നു. ഭയങ്കര ലെങ്തി ആയിരുന്നു ബയോളജി. ഞാൻ ബയോളജിയിലും സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ ഭയങ്കര ലെങ്തി ആയിരുന്നു ബയോളജി. ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ടഫ് എന്ന് പറയാൻ അതിൽ കൂടുതൽ കുറച്ച് ഔട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ 45 മിനിറ്റ്സ് കൊണ്ട് ബയോളജി തീർക്കണം എന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. തുടങ്ങിയപ്പോൾ 1 hour ഒക്കെ ആയി. അപ്പം ഞാൻ നിർത്തി. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാത്തൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് പോയി അങ്ങനെ നിർത്തി. പിന്നെ കെമിസ്ട്രി ഞാൻ സെക്കൻഡ് എഴുതല്. കെമിസ്ട്രി കയറിയപ്പോൾ കെമിസ്ട്രി എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് തോന്നിയത് കമ്പയർ ടു കെമിസ്ട്രി ആയിരുന്നു എളുപ്പം. പിന്നെ ഫിസിക്സ് നല്ല ടഫായിരുന്നു. പല ക്വസ്റ്റ്യൻസും ഒരുപാട് ലെങ്തിയാണ്. നമ്മൾ കാണാത്ത മോഡലും ഉണ്ട്, കണ്ടതും ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടഫായിരുന്നു. പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ലീവ് ചെയ്തു, അങ്ങനെയൊക്കെ എഴുതി. ഞാൻ ഫിസിക്സ് നിന്നാണ് തുടങ്ങാറ്. അപ്പോൾ അത് ചെറിയൊരു പണിയായി. കാരണം ഇപ്രാവശ്യം യൂഷ്വലി ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും 2022 ബയോളജി ടഫായപ്പോൾ ബയോളജി തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടായെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫിസിക്സും തുടങ്ങാമെന്ന്. പക്ഷേ ഫിസിക്സ് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് 30 മിനിറ്റ്സിലൊരു 20 to 25 ക്വസ്റ്റ്യൻസ് തീർക്കാറുണ്ട് ഫിസിക്സ്, സോ ദാറ്റ് ആ സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും നടന്നില്ല. വളരെ കുറച്ച് ക്വസ്റ്റ്യനേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ വെച്ചു ഫൈൻ ബയോളജിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ബയോളജിയാണ് എനിക്ക് സ്ട്രോങ് കുറച്ചും കൂടി. അപ്പോൾ ഞാൻ വെച്ചാൽ അത് കൈവിട്ട് പോകണ്ട. അപ്പോൾ ബയോളജി കോൺഫിഡൻസ് എല്ലാം തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ 45 മിനിറ്റ്സ് കൊണ്ട് ഇതുപോലെ ബയോളജി തീർക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 1 hour 5 minutes അങ്ങനെ എന്തോ എടുത്തു. ബയോളജി ഭയങ്കര ലെങ്തി ആയിരുന്നു. കുറച്ച് മീൻസ് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടെൻഷനായി എന്തായാലും. പിന്നെ അപ്പോൾ എന്തായാലും ബയോളജിയിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കെമിസ്ട്രി കുറച്ച് സിമ്പിൾ ആയിരുന്നു ഇതുപോലെ. അപ്പം കെമിസ്ട്രി ഓക്കെ ആയി. പിന്നെ ഫിസിക്സിന് കുറച്ച് ടൈം ഷോർട്ടേജ് ഉണ്ടായിരുന്നു. കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യേണ്ടി വന്നായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പോയി. അധികം കുറച്ച് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ടൈം അവരെങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു തോന്നുന്നു. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ബയോളജിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബയോളജി ലെങ്തി ആയിരുന്നു, കുറച്ചും കൂടി ഡെപ്ത് ഉണ്ടായിരുന്നു. കുറേ സ്റ്റേറ്റ്മെന്റ് ഉള്ളതുകൊണ്ട്
കുറച്ച് ഡൗട്ടായി കുറച്ച് ക്വസ്റ്റ്യൻസ്. അങ്ങനെ അത് റൗണ്ട് ചെയ്ത് 45 മിനിറ്റ്സ് ആയപ്പോഴത്തേന് കെമിസ്ട്രിയിലേക്ക് പോയി. കെമിസ്ട്രി ഒന്നും കൂടി കൂളായിട്ട് ചെയ്തു, കാരണം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി. എന്നാലും ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് അതെല്ലാം ലീവ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെയാണ് ഫിസിക്സിക്ക് പോയത്. ഫിസിക്സ് 2-3 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല ടഫാണ്. അതേപോലെ ക്വസ്റ്റ്യൻ ലെങ്ത്ത് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഫിസിക്സ് കുറേയൊക്കെ ചെയ്ത്, പക്ഷേ കുറേ എണ്ണം കിട്ടിയില്ല. അപ്പോൾ അതങ്ങനെ ലീവ് ചെയ്ത് ബാക്കി ബയോളജിയും കെമിസ്ട്രിയും കംപ്ലീറ്റ്, പിന്നെ ഒന്നും ആലോചിച്ചൊന്നും ചെയ്തില്ല. ബാക്കിയെല്ലാം അതേപോലെ ആൻസർ ചെയ്തതൊക്കെ മാറിൽ ഇതാക്കിയിട്ട് പിന്നെ ഫിസിക്സ് വീണ്ടും ചെയ്തു. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അറിയണത് തന്നെ 2 തെറ്റിപ്പോയി, പക്ഷെ ബാക്കിയെല്ലാം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരു ഡ്രീമിലേക്ക് എത്തി നിൽക്കുക അല്ലേ? അപ്പം ഈ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടായത് മനസ്സിലായി? അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ എന്താ, അല്ലെങ്കിൽ ഒരു റോൾ മോഡലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ ആദ്യം മുതലേ ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചു വന്ന ആളൊന്നല്ല ഞാൻ. പിന്നെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞാൽ എന്താണ് റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ എഴുതി. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഒന്നും കൂടി സ്ട്രോങ് ആയി, എന്തായാലും ഇത് നേടിയെടുക്കണം എന്നുള്ളൊരു വാശി തോന്നി. അങ്ങനെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്തതും ഇപ്പോൾ കിട്ടിയതും ദൈവത്തിനോട് നന്ദി പറയുന്നത്. എനിക്ക് പറയുമ്പോൾ റോൾ മോഡലായിട്ട് അങ്ങനെ ആരുമില്ല, പക്ഷെ നമ്മുടെ ഫാമിലിയിൽ അധികം പേരും ഡോക്ടേഴ്സ് തന്നെയാണ്. ഈ ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യണത്. അപ്പം പിന്നെ എന്തിനു പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത് നമ്മളെ കസിൻസും അവരുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ കാണുന്ന എല്ലാവരും ഡോക്ടേഴ്സാണ്. പിന്നെ അപ്പം ആ ഒരു ജോബിനോടൊരു പാഷൻ, അവർക്ക് കിട്ടുന്ന ആ റെസ്പെക്റ്റും അതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം, അതൊക്കെ തന്നെ. അതേപോലെ ഫാമിലിയിൽ കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ സക്സസ്ഫുൾ. അങ്ങനെ അവരുടെയൊക്കെ ലൈഫ് കണ്ടിട്ട് നമ്മൾ, പിന്നെ എൻ്റെ ഉപ്പ ഒരു ഡോക്ടറാണ്, അപ്പോൾ അങ്ങനെ കണ്ട് അപ്പോൾ ആ ഫീൽഡിലോട് എനിക്ക് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതന്നെ ആക്കി. ഓക്കെ, സോ ഇപ്പം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്തു. ഇനി നമ്മൾ 2026 ഇപ്പം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളത്? എങ്ങനെ പഠിക്കണമെന്നാണ് നിങ്ങൾ അവരോട് പറയാൻ? ബ്രില്യൻ്റ് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു വേ ചൂസ് ചെയ്താൽ മതി. ആദ്യം തിയറി ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും പരമാവധി ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്ത് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ആകുമ്പോഴത്തേനും എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും മോഡൽ എക്സാം ആകുമ്പോൾ. അപ്പോൾ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഒന്നുകൂടി സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തിയറി ഒന്നും കൂടി തറാവും. അങ്ങനെ ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടെൻഷൻ ഇല്ലാണ്ട് ഇത് എന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ തോന്നിയിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ ആദ്യം തന്നെ തിയറി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും, ഒരുപാട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തിയറി മാക്സിമം മനസ്സിലാക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആവുള്ളൂ. അപ്പം നമുക്ക് ആദ്യം അറിയാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, അത് നമ്മൾ ചെയ്ത് തന്നെ പഠിയുള്ളൂ. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തിയറി കൺസെപ്റ്റ് സെറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഫിസിക്സിലൊക്കെ നമ്മൾ പ്രോബ്ലം ആണ് കൂടുതൽ പറഞ്ഞാൽ പോലും തിയറി നല്ല നമ്മൾ ക്ലാസ് വൃത്തിക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മേജർ പോയിന്റ് കഴിയുമായിരിക്കും. അപ്പോൾ പിന്നെ അന്ന് തന്നെ ക്വസ്റ്റ്യൻ ഇപ്പോൾ 2025 നീറ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നല്ല ഹാർഡ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ എല്ലാ ടൈപ്പ് എക്സാമിനും പ്രിപ്പയർഡ് ആവാൻ നമ്മൾ തിയറി അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ കൊണ്ടുപോയാൽ മാത്രമേ അങ്ങനെ ഒരു എക്സാമിനെ നേരിടാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ എങ്ങനത്തെ എക്സാം വന്നാൽ നമ്മൾ പ്രിപ്പയർഡ് ആവണം. പിന്നെ മേജറായിട്ട് എനിക്ക് പറയാനുള്ള 3 മണിക്കൂർ തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഒരുപാട് ടോപ്പ് ലെവലിൽ വന്ന കുട്ടികളും അപ്പോൾ നമ്മുടെ വീക്ക്ലിൻ്റെ വീക്ക്ലിൻ്റെ എക്സാംസിൻ്റെ മാർക്കൊന്നും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല എന്നാണ്. മീൻസ് പഠിക്കാൻ ശ്രമിക്കുക, പക്ഷെ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. കാരണം അതിനൊക്കെ നല്ല മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കാണ് നല്ല മാർക്ക് കിട്ടിയത്. കുറേ നല്ല ഹൈ ടോപ്പിലുള്ള കുട്ടികൾക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ആ 3 മണിക്കൂറിൽ നമ്മൾ ടെൻഷൻ ഇല്ലാണ്ട് എന്തിനും നേരിടാൻ തയ്യാറായാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം എന്താ? നിങ്ങൾ ഒരു 1 ഇയർ കാലഘട്ടം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുതെന്ന് പറയുന്ന എന്താ കാര്യങ്ങളുള്ളത് കുട്ടികളോട് പറയാനായിട്ടുള്ളത്? നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണം സ്റ്റഡീസ് എപ്പോഴും. ഒരിക്കലും കുറച്ച് ഒരു ദിവസം കൂടുതൽ പഠിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം കുറച്ച് പഠിക്കുക, അങ്ങനെ ചെയ്യാണ്ട് എല്ലാം കൺസിസ്റ്റൻസ് ആയി കൊണ്ടുപോകുക. പിന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ട് തിയറി മാത്രം പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. നമ്മൾ തിയറിയും പഠിക്കണം, അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസും ചെയ്യണം. രണ്ടും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോകേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് പരമാവധി പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ നീറ്റ് ഡിറ്റർമിൻ ചെയ്യുക. പിന്നെ ആ എക്സാമിൻ്റെ 3 മണിക്കൂർ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ എഴുതുക. അത് തലേ ദിവസം നമ്മുടെ മാർക്ക് എത്രയാണോ എന്നുള്ളത് ആ ദിവസത്തെ മാറ്റർ ചെയ്യൂല. നമ്മൾ പരമാവധി നമുക്ക് പറ്റുന്നിടത്തോളം എക്സാം എഴുതുക, അത് ശരിയാവും എന്ന് വിശ്വസിക്കുക. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസിയാണ് മെയിൻ. നമ്മൾ ലാസ്റ്റിൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം കൂടുതൽ ചെയ്യുന്നോ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നന്നായിട്ട് മാർക്ക് കുറയും, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നൊക്കെ ഒരുപാട് ബാക്കിലോട്ട് പോകും. പക്ഷെ അതൊന്നും നോക്കണ്ട, ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഒരു കറക്ഷൻ ബുക്ക് കീപ്പ് ചെയ്യുക. ആ കറക്ഷൻ ബുക്കിനകത്ത് എന്തൊക്കെ തെറ്റുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ന് പറയുമ്പോൾ നീറ്റിൻ്റെ ആ എക്സാം ഹാൾക്ക് കടക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരെ എൻ്റെ കറക്ഷൻ ബുക്കാണ് ഞാൻ നോക്കിയത്. ഇക്വേഷൻ ബുക്ക് ജസ്റ്റ് നോക്കി, പിന്നെ കറക്ഷൻ ബുക്കാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. അപ്പം ഞാൻ എക്സാം ഹാളിൽ കയറി ഫിസിക്സ് ഞാൻ നോക്കുമ്പോൾ ഡിക്റ്റ് ക്വസ്റ്റ്യൻ അതുപോലത്തെ ഒരു ടൈപ്പ്
ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്ഷൻ ബുക്ക്, നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരിക്കലും പിന്നെ തെറ്റിക്കാണ്ടിരിക്കുക, അതിന് മാക്സിമം ശ്രമിക്കുക. കറക്ഷൻ ബുക്ക് തന്നെ മെയിനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം, അത് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നു. ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ. പക്ഷേ ഇടയ്ക്ക് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ സ്കിപ്പാക്കി പോയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് മോഡൽ എക്സാം വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കാരണം ഷോർട്ട് നോട്ട്സ് ഭയങ്കര നെസസറിയാണ്. അപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇങ്ങനെ വെക്കേഷൻ സമയത്തൊക്കെ തീർത്ത് അങ്ങനെ ഒട്ടും ടെൻഷൻ അടിക്കാണ്ടിരിക്കും. പിന്നെ എൻ സി ആർ ടിയുടെ പുറത്ത് നോക്കാം, പക്ഷേ മെയിൻലി എൻ സി ആർ ടി ഫോക്കസ് ചെയ്യണം. എസ്പെഷ്യലി ബയോളജി ഒക്കെ ഇൻഡെപ്ത് ക്വസ്റ്റൻ വന്നപ്പോൾ ഒരുപാട് പേർക്ക് തെറ്റിപ്പോയിട്ടു. പക്ഷേ ഡയറക്റ്റ് എൻ സി ആർ ടി ക്വസ്റ്റൻ തന്നെയാണ്. പക്ഷെ നമ്മൾ എൻ സി ആർ ടി തറവായിട്ട് വായിക്കാത്തതിന്റെ ബുദ്ധിമുട്ട്. അപ്പം എത്ര പറഞ്ഞാലും എത്ര ഔട്ട് വന്നാലും ഒക്കെ നമ്മൾ എൻ സി ആർ ടി എന്തായാലും ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്താൽ നമുക്ക് നീറ്റ് മെയിൻലി എൻ സി ആർ ടി ഫോക്കസ് ആണല്ലോ, അപ്പോൾ തന്നെ നല്ലൊരു സ്കോർ ലഭിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നിങ്ങളുടെ ഡ്രീം ക്യാമ്പസ് ഏതാണ്? കോഴിക്കോട് തന്നെയായിരുന്നു താല്പര്യം. തുടക്കം മുതൽ തന്നെ കോഴിക്കോട് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് പഠിച്ചുകൊണ്ട് വന്നത്. പക്ഷേ കോഴിക്കോട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ തൃശ്ശൂർ കോട്ടയൊക്കെ ആയിട്ട് നോക്കണമെന്ന് വിചാരിക്കണം. എനിക്ക് ഡ്രീം ക്യാമ്പസ് എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ക്യാമ്പസ് ഒന്നുമില്ല. പക്ഷേ ഇത് പറഞ്ഞ പോലെ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് എയിംസ് ഭുവനേശ്വർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ ക്ലാസ്സും അവിടുത്തെ കുട്ടികൾ പറയുന്നത് കേട്ട് നമുക്ക് അങ്ങനെ ഒരു ക്യാമ്പസ് ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ എവിടെ കിട്ടാമെന്ന് അറിയില്ല, നോക്കണം എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ. ഞാനിങ്ങനെ ദൂരേക്ക് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇമാജിൻ ചെയ്തായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. മീൻസ് അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ട് ഇപ്പം കീമിന്റെ റാങ്ക് ഒക്കെ ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ വന്നാൽ എവിടെ കിട്ടുക എന്ന് വെച്ചാൽ അതിന് ചേരുന്നതാണ്. കോഴിക്കോട് കിട്ടാൻ ചാൻസ് കുറവാണ്, പക്ഷെ എന്നാലും നമ്മൾ നല്ലൊരു ക്യാമ്പസ് നോക്കി ചേരാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ നല്ലൊരു ക്യാമ്പസിൽ നന്നായിട്ട് പഠിച്ച ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് സൊസൈറ്റിക്ക് നമ്മളെ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ സർവീസ് അവർക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമ്മളോടുകൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പേരൻസിനും ഓൾ ഫാമിലിക്കും ബെർലിൻ്റെ വക എൻ്റെ വകയും വളരെ വളരെ താങ്ക്സ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.